ജന്മാദ്യസ്തേതോന്നയാതിതരതച്ചാർത്തേഷ്വവിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവേ മുഖ്യന്തിയത് സൂരയ തേജോവാരി മൃതാം മെധാവിനിമയോ യത്രത്തിസർഗോ മുഷാധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. നമസ്കാരം. സനാതന ധർമ്മസംഹിതകളിലെ വിജ്ഞാന ശകലങ്ങൾ പങ്കുവയ്ക്കാനുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സഹകരിച്ചവർക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് ഭാഗവതത്തിലെ തൃതീയ സ്കന്ധം 5-ാം അധ്യായമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് വലിയ ഒരു തത്വം ഇതിൽ ഉൾക്കൊള്ളിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഈ ലോകത്തിലത്തെ എല്ലാ ശരീരങ്ങളും, മനുഷ്യനും അതെ മനുഷ്യനല്ലാത്തതും അതെ, ആ ശരീരം, നമ്മൾ പ്രത്യേകിച്ചും മനുഷ്യ ശരീരത്തിൻ്റെ ഒരു ഘടനയാണ് 14 ലോകങ്ങളും നിറഞ്ഞ വിരാട് പുരുഷന് കൽപ്പിച്ചിട്ടുള്ളത്. അപ്പം ഈ പ്രപഞ്ചവും ഓരോ മനുഷ്യനും ഒന്നാണ് എന്ന ഒരു പരമസത്യമാണ് ഇവിടുന്ന് അങ്ങോട്ട് ഇങ്ങനെയുള്ള ഭാഗങ്ങളിൽ പറയുന്നത്. തൃതീയ സ്കന്ധത്തോട് കൂടിയിട്ട് ഈ ഒരു പ്രതിപാദനം കഴിയുകയാണ്. ദ്വിതീയത്തിലുണ്ടായിരുന്നു, തൃതീയത്തിൽ പറയും, ഒരിക്കലും കൂടി ഉണ്ട് കേട്ടോ. കപിലോപദേശത്തിലും കുറച്ചിങ്ങനെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ഇല്ല. പിന്നെ ഇത്രയധികം വിസ്തരിച്ചിട്ട് എവിടെയും അങ്ങനെ പറയണില്ല. ഈ 3 സംഗതി, ഒന്ന് ദ്വിതീയത്തിൽ നമ്മൾ പറഞ്ഞു, പിന്നെ തൃതീയത്തിൽ ഇതാ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഇനി കപിലോ. ഈ 3 സ്ഥലത്താണ് ഭാഗവതത്തിൽ ഈ ഒരു തത്വം. ഏതോ ഒരു പാട്ടിൽ പറഞ്ഞിട്ടുണ്ട്, സോ ഈസ് ദി മാക്രോഫോസം ആസ് ഈസ് ദി മാക്രോഫോസം സോ ഈസ് ദി മൈക്രോഫോസം. സുഹൃതം മറ്റേ വന്നിട്ടുള്ളൊരു പാട്ടിലാണ്. സഹസ്രദളെന്ന് തുടങ്ങണ പാട്ട്. അത് ഈ ഒരു വാചകം അതിൻ്റെ ഇടയിൽ വരുന്നുണ്ട്. ആസ് ഈസ് ദി മാക്രോഫോസം സോ ഈസ് ദി മൈക്രോഫോസം. എന്താണ് മൈക്രോ എന്ന് പറഞ്ഞാൽ? ഓരോ മനുഷ്യനും സൂക്ഷ്മ രീതിയിലെടുക്കണ മനുഷ്യനെയാണ് ഇവിടെ മൈക്രോഫോസം എന്ന് പറഞ്ഞിരിക്കണം. അപ്പം നമ്മുടെ ശരീരം മൈക്രോ ആണെങ്കിൽ ഈ പ്രപഞ്ചം മാക്രോ ആണ്. ഇത് രണ്ടും ആകൃതിയിൽ ഒന്നാണ്. വലിപ്പത്തിൽ, ഘടനയിൽ മാറ്റമുണ്ട്, അത്രയേ ഉള്ളൂ. വലിപ്പത്തിൽ മാറ്റമുണ്ട്. ഈ 14 ലോകം അടങ്ങിയതിനെയാണ് മാക്രോഫോസം, വിരാട് പുരുഷൻ എന്ന് പറയുന്നത്. അതേ ആകൃതി, 6 അടി നീളമുള്ള നമ്മുടെ ശരീരത്തിൽ അതേ സംഗതികളൊക്കെ ഉണ്ട് എന്ന് വർണ്ണിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ കയ്യ്, കാല്, അതുപോലെ തന്നെ വാക്ക്, പായു, വസ്ത്രം എന്നീ കർമ്മേന്ദ്രിയങ്ങൾ, കണ്ണ്, മൂക്ക്, ത്വക്ക്, നാക്ക്, ചെവി എന്നീ ജ്ഞാനേന്ദ്രിയങ്ങൾ, ഭൂമി, വെള്ളം, വായു, ആകാശം, അഗ്നി എന്നീ പഞ്ചഭൂതങ്ങൾ, ശബ്ദ, സ്പർശ, രൂപരസ, ഗന്ധങ്ങൾ എന്നീ തന്മാത്രകൾ, ബുദ്ധി, മനസ്സ്, ചിത്തം, അഹങ്കാരം ഈ 4 കൂടി 24 തത്വങ്ങൾ നമ്മുടെ ശരീരത്തിലും ഉണ്ട്, വിരാട് പുരുഷനിലും ഉണ്ട്. അപ്പം നമ്മുടെ ശരീരം എന്ന് പറയുന്നത് ജീവാത്മാവ്, അതിൻ്റെ ശരീരം, ഉള്ളിലുള്ള ആത്മാവും ഉണ്ട്. ആത്മാവാണ് ചലിപ്പിക്കുന്നത്. വിരാട് പുരുഷനിലും ഉണ്ട് ഈ പ്രപഞ്ചവും. ഉള്ളിലോ പരമാത്മാവാണെന്ന് മാത്രം. നമ്മുടെ ഉള്ളിൽ ജീവാത്മാവാണെങ്കിൽ വിരാട് പുരുഷനെ ചലിപ്പിക്കുന്നത് പരമാത്മാവാണ്. ഈ ഒരു സംഗതി വളരെ അടിസ്ഥാനമായിട്ടുള്ളൊരു ശാസ്ത്രീയ തത്വമാണ്. അതുകൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥനകൾ ഫലിക്കുന്നത്. ഒന്നുതന്നെയാണത്. ഇത് 2 രീതിയിൽ നമ്മൾ നിൽക്കണു പ്രപഞ്ചത്തിലെന്ന് മാത്രമേ ഉള്ളൂ. ഇത് ഒന്ന് തന്നെയാണ്. അപ്പം ഈ ഒരു പരമസത്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇവിടെ എന്താ പറയണത് വെച്ചാൽ, ആകാശം, വായു, അഗ്നി, ജലം എന്നിവയ്ക്ക് ആകാശത്തിന് ശബ്ദവും വായുവിന് ശബ്ദവും സ്പർശവും ഗുണം, അഗ്നിക്ക് ശബ്ദസ്പർശ രൂപങ്ങൾ ഗുണം, ജലത്തിന് ശബ്ദസ്പർശ രൂപരസങ്ങൾ ഗുണം, ഭൂമിക്ക് ശബ്ദസ്പർശ രൂപരസ ഗന്ധങ്ങൾ 5 ഗുണം.
എന്ന സൃഷ്ടിയെ ഇവിടെ വർണ്ണിച്ച് വിരാട് പുരുഷൻ്റെ ചലനം ഉണ്ടായില്ല. ഇതൊക്കെ അവിടെ ഉണ്ട്, ചലിച്ചില്ല. അപ്പോൾ ദേവന്മാരെന്ത് ചെയ്തു? ഭഗവാനെ സ്തുതിച്ചു. ഭഗവാൻ ഇതൊന്ന് ചലിച്ച് കിട്ടണമല്ലോ. അങ്ങനെയാണ് കാറ്റ് വീശാനും സൂര്യൻ ഉദിക്കാനും ഭൂമി തിരിയാനും തുടങ്ങിയത്. ഒരു വല്ലാത്തൊരു സത്യമാണത്. ഇതൊക്കെ ശരിക്കും വരച്ചാൽ നമ്മൾ അറിയണം. ഈ കഥ രാമനത് ചെയ്തു, കൃഷ്ണൻ മാത്രം പറഞ്ഞുകൊണ്ട് കാര്യമില്ലല്ലോ. ഇതൊക്കെ പരമസത്യങ്ങളാണ്. സത്യം പരം ധീമഹിയാണ് ഭാഗവതം. അപ്പം എന്താണ് ദേവന്മാർ സ്തുതിച്ചത്? നമാമതേ ദേവപദാരവിന്ദം പ്രപന്നതാപോപശമാതപത്രം എന്മൂലകേത യഥയൊഞ്ചസോരു സംസാരദുഃഖം ബഹിരുക്ഷിവന്തി. അങ്ങയുടെ പാതാരവിന്ദത്തെ ഞങ്ങൾ നമിക്കുന്നു, ഉൾക്കൊള്ളുന്നു എന്നാണ്. എങ്ങനത്തെ പാദങ്ങൾ? ആശ്രയിച്ചവരുടെ ദുഃഖത്തെ തീർക്കുന്ന കുടയാണ്. വെയിലത്ത് കുട എത്രമാത്രം ഉപകാരം ഉണ്ടാവുന്നുവോ, പ്രയോജനപ്പെടുന്നുവോ, അതുപോലെ ഭഗവത് പാദങ്ങൾ ദുഃഖം അനുഭവിക്കുന്നവർക്ക് ഒരു കുടയാണ്. അപ്പം അതിനൊരു അർത്ഥം വരുന്നു. വെയിൽ പോകുന്നില്ല, നമുക്ക് രക്ഷയെ കിട്ടുന്നുണ്ട്. മഴ പോവല്ല ഉണ്ടാവണം, അതിൽ നിന്ന് രക്ഷയാണ്. ദുഃഖം ഇല്ലാതായിക്കോളണം എന്നില്ല, ചിലപ്പോൾ ഇല്ലാണ്ടാവും ചെയ്യും. രണ്ടും ഉണ്ട്, രണ്ട് കലർന്നിട്ടാണ് അത് കാണുന്നത്. ചിലപ്പോൾ ദുഃഖം ഇല്ലാണ്ടായതുപോലെ ചിലപ്പോൾ ദുഃഖം ഉണ്ടാവട്ടെ, അവിടെ ഉണ്ടാവട്ടെ. എന്നാലും നമുക്കെന്ത് മതി? കുട പിടിച്ചാൽ പോരെ. ആ വെള്ളം നമ്മുടെ മേലേക്ക് ആവാണ്ടിരിക്കണം, അത്രയേ ഉള്ളൂ. മഴ പെയ്തോട്ടെ, മഴ പെയ്യണ്ടെന്ന് ആരോ പറയണം. വെയിലുണ്ടായിക്കോട്ടെ, അതിൽ നമുക്ക് രക്ഷ നേടാനേ നമുക്ക് ചിലപ്പോൾ സാധിക്കുള്ളൂ. ചിലപ്പോൾ അത് പരിഹരിക്കപ്പെട്ടു വരാം, രണ്ടും വരാം. എന്മൂലകേതാം യഥയോ അഞ്ചസോരു സംസാര ദുഃഖം ബഹിരുക്ഷിബന്തി. ഈ സംസാരം തന്നെ ദുഃഖമയമാണ്. ഒരു കണക്കിന് നോക്കുകയാണെങ്കിൽ ദുഃഖമയമാണ്, സുഖമൊന്നുമില്ല അതിൽ. അപ്പം നമ്മളെന്ത് ചെയ്യണം? നമ്മുടെ മൈൻഡിനെ അതിൽ നിന്ന് കരകയറ്റണം. അല്ലാണ്ട് ഈ അതിൽ മുങ്ങി നിന്നാൽ ശരീരവും കേടുവരും, മനസ്സും കേടുവരും. ഇത്രയേ ഉള്ളൂ. വളരെ ചുരുക്കമാണ്, സിമ്പിളാണ് കാര്യം. മനസ്സ് കേടുന്നാൽ ശരീരം കേടുവരുമല്ലോ. അപ്പം അത് സംഭവിക്കാതെ നോക്കണം. പെരും തീയിലോ കുഴിയിലോ വെള്ളത്തിലോ ചാടാതിരിക്കണം. അതൊക്കെ അവിടെ ഉണ്ടാവും. ചാടാതെ നോക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. അതിനെ പരമപുരുഷനായിരിക്കുന്ന ഭഗവാനെ മനസ്സിൽ ഉൾക്കൊള്ളുക, അത്രയേ ഉള്ളൂ. എന്ന് പറയണ ഹൃദയ യസ്മിൻ ഭവൈശ ജീവ താപത്തേണാഭിഗതാന ശർമ്മ. ഈശ്വര സങ്കല്പമോ ഈശ്വര ഉപാസനയോ ഇല്ലെങ്കിൽ താപത്രയങ്ങൾ അലട്ടിക്കൊണ്ടേയിരിക്കും. ആണ് 39ാമത്തെ ശ്ലോകം. അതിൽ ഏറ്റവും വലിയൊരു തമാശ എന്താ വെച്ചാൽ, ഈ ദുഃഖം അനുഭവിക്കണവർ താൻ ദുഃഖമാണ് അനുഭവിക്കണത് എന്ന് അറിയണം കൂടിയില്ല. ഒരു രസമായിട്ടുള്ള സംഭവം കേട്ടത്, ആത്മീയം അങ്ങനെ എടുക്കുകയാണെങ്കിൽ. പൊട്ടക്കിണറ്റിൽ ഇരിക്കണ തവള, ഇന്നലെ ഉദാഹരണം പറയുണ്ടായി എന്ന് എൻ്റെ ഓർമ്മ. അത് സുഖമാണെന്ന് തന്നെയല്ലേ വിചാരിക്കണം? അതിന് ദുഃഖമുണ്ടോ സത്യത്തിൽ? ഇങ്ങനെയാണത്രേ അജ്ഞാനികളുടെ കാര്യം. അത് അപകടമാണെന്നും പരിമിതിയുള്ളതാണെന്നും പുറത്തെ ലോകം കണ്ടവർക്കല്ലേ അറിയുള്ളൂ, അല്ലാത്തവർക്ക് അറിയില്ല. അപ്പം അവരങ്ങനെ ഇരിക്കട്ടെ, അതിന് നിവൃത്തിയൊന്നുമില്ല തൽക്കാലം എന്നർത്ഥം. അതിന് യാതൊരു പരിഹാരം, അതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കണ്ട. പക്ഷെ അത് ഏതുപോലെയാണെന്ന് പറഞ്ഞു, ഇതുപോലെയാണ് എന്നൊന്ന് അറിവുള്ളവർ മനസ്സിലാക്കുക. അറിവുള്ളവർക്കല്ലേ മനസ്സിലാക്കാൻ പറ്റൂ. അല്ലാത്തവരെ കളിയാക്കുകയോ പരിഹസിക്കുകയോ നിന്ദിക്കുകയോ വേണ്ട. അതുകൊണ്ട് കാര്യമില്ല. അതുകൊണ്ട് നമുക്ക് തന്നെ ദോഷമാണ്. പിന്നെന്തിനാ അത് ചെയ്യാൻ പോകണം? പക്ഷെ അവരുടെ അവസ്ഥ നമ്മളൊന്ന് ഉള്ളിൽ അറിയുക. ഉള്ളിൽ ഹൃദയ യതസ്മിൻ ഭവ ഈശ ജീവ താപത്രയേണാഭിഗത ന ശർമ്മ. ഈശ്വര, അങ്ങയുടെ സാന്നിധ്യമില്ലാത്ത ജീവന്മാർ. എന്തിനാ അത് പറയണത്? നമ്മൾ അങ്ങനെ ആവാണ്ടിരിക്കാനാണ് പറയണത്, വേറൊരു ഉദ്ദേശം അതിനില്ല.
താപത്രയങ്ങളിൽ കിടന്ന് ഉഴലുന്നു. ശർമ്മ സമാധാനം ന കിട്ടുന്നില്ല. ഇനി പറയാണ് മാർഗന്ധീയത്തെ മുഖപത്മനീടെ ചന്ദ സുവർണേർ ഇഷയോ വിവിക്തേ യസ്യാഗമേർഷോദ സരിത്വരായ പദം പദം തീർത്ഥപദപ്രപന്ന. ഋഷികൾ മന്ത്രം കണ്ടുപിടിച്ചവർ എന്നർത്ഥം. ഇവിടെ വിവിക്തേ ഏകാന്തത്തിൽ, തേ നിന്തിരുവടിയുടെ, മുഖപത്മനീടേ താമരപ്പൂവിന് സമാനമായിരിക്കുന്ന, പത്മം താമര, താമര പോലത്തെ മുഖത്തിൽ ഇരുന്ന്, നീടം എന്ന് പറഞ്ഞാൽ ഇരിപ്പിടം എന്നാണ്. അവരെവിടെ ഇരിക്കണം ചോദിച്ചാൽ ഭഗവത് പാദ പത്മത്തിൽ സദാ കുടികൊള്ളുന്നു. ശാരീരികമായിട്ടിരിക്കില്ല, അവരുടെ മനസ്സ് ഭഗവാനിലാവും എന്നാണ് ഇവിടെ പറഞ്ഞത്. എവിടെ അവരുടെ മനസ്സ് ചെന്നിട്ട് ഇരിക്കണത്, മനസ്സിന് എപ്പോഴും ഒരു ഇരിപ്പിടം വേണം എന്നാണ്. അല്ലെങ്കിൽ അത് എവിടെയെങ്കിലും പറ്റി പിടിക്കും. അങ്ങനെ അല്ലാണ്ട് മനസ്സ് സ്വതന്ത്രമായി നിൽക്കാൻ പറ്റില്ല. അപ്പോൾ ഏറ്റവും നല്ലതെന്താ, ഏറ്റവും ഭേദമായിട്ടുള്ള സ്ഥലത്ത് അതിനെ ഉറപ്പിക്കുക. എന്നാൽ അവിടെ നിന്നോളും. അവിടെ പശ വെച്ച് ഒട്ടിച്ച് അവിടെ നിന്നോളും. അതേതാണ്? ഭഗവത് പാദ പത്മമാകുന്ന ചിന്ത. അതിൽ ഉറപ്പിച്ച് നോക്കൂ. പിന്നെ വേറെ എവിടേക്കും പോയില്ല. ഒരുത്തിയിൽ നിൽക്കാൻ പറ്റുള്ളൂ, രണ്ടേക്കിൽ നിൽക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവിടെയാണ് ഉറപ്പിക്കുക. ഛന്ദസ്സുവർണൈ വേദമാകുന്ന പക്ഷിയുടെ സഹായത്താൽ. ഒക്കെ ആലങ്കാരികയാണ്. ഇത് യാതൊന്നിനെ മാർഗന്ധി അന്വേഷിക്കുന്നുവോ, അന്വേഷിക്കണം. അന്വേഷിക്കുവിൻ കണ്ടെത്തുന്നതാണ്. ഇങ്ങോട്ട് വന്നോളണമെന്നില്ല. അത് അന്വേഷിച്ച് കണ്ടെത്തേണ്ടതാണ്. അന്വേഷിക്കുന്നുവോ ആരെ? മുനിമാർ, വിവേകികളായിട്ടുള്ള മുനിമാർ ഈ പ്രപഞ്ചത്തെ വിട്ട് ഏതൊരു ഭഗവാന്റെ പാദത്തിൽ മനസ്സുറപ്പിക്കുന്നുവോ അതാണ് അവരുടെ ഇരിപ്പിടം. വണ്ടുകളിങ്ങനെ പറന്ന് അവസാനം ഒരു പൂവിലാണ്ടിരിക്കണ പോലെ അവിടെ ഇരിക്കുകയാണ്. അഘമർഷോദരിദ്വാരായ സരിദ്വരായ പാപഹരമായ ജലമുള്ള നദികളിൽ അതിനെ ശരണം പ്രാപിച്ചിരിക്കുന്നു. ധാരാളം തീർത്ഥജലങ്ങളുണ്ട് ലോകത്തിൽ. അല്ലേ? ആ തീർത്ഥജലങ്ങളിൽ പാദപത്മത്തെ അന്വേഷിച്ചറിയുന്നു. അവർ പരിശുദ്ധമായ യാതൊരു പാദത്തിൽ നിന്ന് 3.5 കോടി തീർത്ഥജലാശയങ്ങളിൽ വെച്ച് ഉത്കൃഷ്ടമായിരിക്കുന്ന ഗംഗാനദി ഉത്ഭവിച്ചിരിക്കുന്നുവോ ആ പരിശുദ്ധമായ പാദത്തെ ഞങ്ങൾ ശരണം പ്രാപിച്ചിരിക്കുന്നു. 3.5 കോടി തീർത്ഥജലങ്ങളുണ്ട് അത്രേ. ആ തീർത്ഥജലങ്ങളുടെയൊക്കെ നേതൃസ്ഥാനത്ത് നിൽക്കുന്നത് ഗംഗയാണ്. പക്ഷേ ആ ഗംഗ പുറപ്പെട്ടത് എവിടുന്നാണ്? ഗംഗയുടെ ഉത്ഭവസ്ഥാനം ഭഗവത് പാദമാണ്. അതുകൊണ്ടാണ് വിഷ്ണുപതി എന്ന് ഗംഗയ്ക്ക് പേരുണ്ട്. അപ്പോൾ ഏറ്റവും ശ്രേഷ്ഠ ഏതാ? ഉത്പത്തി സ്ഥാനമായിട്ടുള്ള ഭഗവാന്റെ പാദം എന്നാണ് പറഞ്ഞു വരുന്നത്. എല്ലാ തീർത്ഥങ്ങളുടെയും തീർത്ഥമായ ഗംഗ ഏതൊരു പാദത്തെ നിന്ന് ഉത്ഭവിക്കുന്നുവോ ആ പാദത്തെ ഏതൊരു പാദത്തെ മഹർഷിമാർ അന്വേഷിക്കുന്നുവോ മാർഗന്ധി അന്വേഷിക്കുക. മാർഗന്ധീയത്തെ മുഖപത്മനീടേർ ഛന്ദസ്സുപർണേർ ഇഷയോ വിവിക്തേ. വേദങ്ങളാകുന്ന പക്ഷികളുടെ സഹായത്തോടു കൂട്ട് ഏതൊരു പാദത്തെ ഋഷിമാർ അന്വേഷിക്കുന്നുവോ യസ്യാഖമർഷോദരി സത്വരായ ഹർഷോദസരിവദായ സരിത്ത് നദി വരായ ശ്രേഷ്ഠമായിട്ടുള്ള ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന തീർത്ഥപദ ആ പാദത്തോടു കൂടിയ ചരണത്തെ ഗംഗ ഉത്ഭവിക്കുന്നത് ഏതൊരു പാദത്തിൽ നിന്നാണോ ആ പാദത്തെ ശരണം പ്രാപിക്കുന്നു. ആ പാദത്തെ ഞങ്ങളും ആശ്രയിക്കുന്നു. ദേവന്മാർ പറയുന്നു. ഏതൊരു പാദപത്മത്തെയാണ് ഞങ്ങൾ ദേവന്മാരെ ആശ്രയിക്കുന്നത്? ഋഷിമാർ അന്വേഷിക്കുന്ന പാദത്തെ. എന്താണ് ആ പാദത്തിൻ്റെ പ്രത്യേകത? എല്ലാ തീർത്ഥങ്ങളുടെയും തീർത്ഥമായിട്ടുള്ള ഗംഗ അതിൽ നിന്ന് ഉത്ഭവിക്കുന്നു.
അതുകൊണ്ട് ആ പാദത്തെ ഋഷിമാർ അന്വേഷിക്കുന്നു, ഞങ്ങളും അന്വേഷിക്കുന്നു. മാർഗന്ധിയത്തെ മുഖപത്മനീടർ, മുഖപത്മനീടം താമരപ്പൂവിന് തുല്യമായ വാസസ്ഥാനം. ഛന്ദത്തു പർണേർ ഇഷയോ വിവിക്തെ, വിവിക്തെ ഒഴിഞ്ഞിരിക്കുക എന്ന് പറയില്ല, ഏകാന്തം. പ്രപഞ്ചത്തിൻ്റെ നടുവിലിരുന്നാലൊന്നും ഈശ്വരചിന്ത സാധ്യമല്ല. അപ്പോൾ കുറച്ച് നേരമെങ്കിലും ധ്യാനമാണെങ്കിലും മെഡിറ്റേഷനാണെങ്കിലും ഒഴിഞ്ഞിരിക്കണം. അതാണ് ഈ വീട്ടിലെപ്പോഴും എല്ലാവരും ചെയ്യുന്നൊരു തെറ്റാണ് ഹോളിൽ പൂജാമുറി വയ്ക്കുക. തെറ്റ്. ഒരു മുറി അതിനായിട്ട് അലോട്ട് ചെയ്യണം. ഒരു വാസ്തുശാസ്ത്ര പ്രകാരം വടക്ക് കിഴക്കേ കോർണറാണ്. ആ ചോദിച്ചന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട. അപ്പോൾ അടുക്കള എന്ത് ചെയ്യും, അതിനനുസരിച്ച് മാറ്റാം, സുഖമായിട്ട് മാറ്റാം, ഒരു പ്രശ്നമില്ല. ഇപ്പോൾ മാറ്റണം എന്നല്ല കേട്ടോ ഞാൻ പറയണത്, വെള്ള വീട്ടിനെ മാറ്റണം എന്നല്ല, വെക്കാൻ പോകുന്ന വീടുകൾക്ക് ശ്രദ്ധിക്കാനാണ് പറയണത്. വടക്ക് കിഴക്കേ മൂല പൂജാസ്ഥാനമാണ്. മുറി വെക്കണമെങ്കിൽ അത് എവിടെ വെക്കേണ്ടതെന്നും കൂടി പറയണ്ടേ. പാടാത്ത സ്ഥലത്ത് വെച്ചാൽ കൂടുതൽ അപകടം ഉണ്ടാവും. പാടാത്ത സ്ഥലത്ത് വെച്ചാൽ കൂടുതൽ അപകടം ഉണ്ടാവും. കന്നി മൂലയിൽ പൂജാമുറി വെക്കരുത്. അവിടെ ആസുര ദേവതയാണ് ഇരിക്കുന്നത്. അപ്പോൾ അത് വലിയൊരു ആക്കണ്ട, ഞാൻ അതല്ല പറയണത്. ഒരു മുറി അതിനായിട്ട് അലോട്ട് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അത് എവിടെയാണെന്ന് പറഞ്ഞു എന്ന് മാത്രം. വെക്കാൻ പോകുന്ന വീടുകൾ ശ്രദ്ധിച്ചാൽ മതി. വടക്ക് കിഴക്കേ മൂല, മറ്റത് പോട്ടെ, അതിൻ്റെ കിഴക്ക് വശത്ത് അടുക്കള എടുക്കാം, ഒരു തെറ്റുമില്ല. അപ്പോൾ അതിനായിട്ടൊരു മുറി നമ്മൾ വെക്കുമ്പോഴേ വിവിക്തേ, ഒഴിഞ്ഞിരുന്നിട്ട് പറ്റില്ല. കുറച്ച് ജനലൊക്കെ അതിനകത്ത് ധാരാളം വെച്ച് വെൻറ്റിലേഷൻ കൊടുത്ത് വാതിലടച്ച് കുറച്ച് നേരം അതാ അങ്ങനെ ഇരിക്കണം എന്നൊന്നുമല്ല പറയണത്. 2 നേരം എന്തൊക്കെയായാലും രാവിലെ കുറച്ച് നേരം ലോകത്തു നിന്നൊന്ന് കട്ട് ഓഫ് ആക്കുക. ശരീരത്തെ കട്ട് ഓഫ് ആവണമെങ്കിൽ, മനസ്സ് കട്ട് ഓഫ് ആവണമെങ്കിൽ ശരീരവും ലോകത്തുനിന്ന് കട്ട് ഓഫ് ആവണം. ശരീരം നടുവിൽ പറമ്പിലിരുന്നിട്ട്, പൂരപ്പറമ്പിലിരുന്നിട്ട് മനസ്സ് ശാന്താക്കാൻ പറ്റുമോ? അതിനുമാണ് അതിനായിട്ടൊരു മുറി വെക്കണം. വിവിക്തേ യസ്യാകമർഷോദരി സത്വരായ, ഏതൊരു പാദത്തെയാണ് മഹർഷിമാർ പാപത്തെ ഇല്ലാണ്ടാക്കാൻ സദാ ചിന്തിക്കുന്നത്. പദം തീർത്ഥപദപ്രപന്ന, ആ പാദത്തെ ഞങ്ങൾ ശരണം പ്രാപിക്കുന്നു. മഹർഷിമാർ സദാ മനസ്സിൽ കാണുന്ന ആ പാദത്തെ, ഗംഗ എന്ന് പറയുന്ന പരമതീർത്ഥമായിരിക്കുന്ന ഗംഗ ഏതൊരു പാദത്തിന് ഉദ്ഭവിക്കുന്നുവോ അതിനെ ശരണം പ്രാപിക്കുന്നു. യച്ഛദ്ദയാ ശുദ്ധവത്യാ ച ഭക്ത്യാ സംവൃജ്യമാനേ ഹൃദയേ അവധാര്യ ജ്ഞാനേന വൈരാഗ്യബലേന ധീര വ്രജേമ തത്തേ അംഘ്രിസരോജപീഠം. ശ്രദ്ധയാലും ശുദ്ധവത്യ, ശ്രവണത്തിൽ നിന്ന് ജനിച്ചതായ, ശ്രുതി എന്ന് പറഞ്ഞാൽ വേദമുണ്ട്, ശ്രവണത്തിൽ നിന്ന് ജനിച്ചതായ ഭക്തിയാലും. എങ്ങനെ ഭക്തി ഉണ്ടാവുക? കേൾവിയിൽ നിന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. ഭക്തി എന്ന് പറയുന്നത് ഒരിക്കലും മെഡിറ്റേഷൻ കൊണ്ടോ പൂജ കൊണ്ടോ ഉണ്ടാവില്ല. അമ്പലത്തിൽ പോകുന്നതുകൊണ്ടും ഉണ്ടാവില്ല. 3 പ്രാവശ്യം എന്തിനാ പറയണം? എല്ലാവരുടെയും വിചാരം ക്ഷേത്രത്തിൽ വഴിപാട് കഴിച്ചാൽ അതൊക്കെ ആയി എന്നാണ്. അതുകൊണ്ടൊരു വലിയ സംഗതി നടക്കുന്നില്ല. ഭക്തി, പൂജ സ്വയം നടത്തിയ ഭക്തി ഉണ്ടാവില്ല. ധ്യാനിച്ചാൽ ഭക്തി ഉണ്ടാവില്ല. ഭക്തി എന്ന് പറയുന്നത് ശ്രവണം കൊണ്ട് മാത്രം ഉണ്ടാവുന്ന ഒന്നാണ്. അതിൻ്റെ ആദ്യ പടി ശ്രവണമാണ്. ഏതൊരാൾ ശ്രവണം ചെയ്യുന്നില്ലയോ അവൻ ഭക്തനല്ല, ഒരു സംശയവും വേണ്ട. അവന് ഭക്തി ഉണ്ടാവില്ല. കാരണം ഉണ്ടായിട്ട് വേണ്ടേ വളരാനും നിലനിൽക്കാനും. അപ്പോൾ അവിടെ പറഞ്ഞു ശ്രുതവത്യ, ശ്രവണത്തിൽ നിന്ന് ജനിച്ചതായ ഭക്തിയാലും, സമൃജ്യമാനേ, നന്നായി പരിശുദ്ധമാക്കപ്പെട്ട ഹൃദയത്തിൽ, ധീരന്മാർ യാതൊന്നിനെ ധ്യാനിച്ചിട്ടൊക്കെ ഭഗവാന്റെ പാദങ്ങളെ വർണ്ണിക്കുകയാണ്. ഗംഗ ഏതൊരു പാദത്തിൽ നിന്ന് ജനിച്ചു, ഏതൊരു മഹർഷിമാർ ഏതൊരു പാദത്തെ ധ്യാനിച്ചു, ആ പാദത്തെ ഞങ്ങളും ശരണം പ്രാപിച്ചിരിക്കുന്നു. നേരത്തെ പറഞ്ഞു ആ ശ്ലോകത്തിൽ. ഇവിടെയോ ശ്രദ്ധയോട് കൂടിയിട്ട് ഈശ്വര കഥ കേട്ടുണ്ടാക്കിയ ഭക്തന്മാർ,
ഭക്തി ഉണ്ടാക്കിയ ഭക്തന്മാർ, ഭക്തി ഉണ്ടാക്കിയാലുള്ള ഭക്തന്മാർ എന്ന് പറയാം. അവർ സമൃദ്ധ്യമാനെ കഴുകപ്പെട്ട ശുദ്ധമാക്കപ്പെട്ട ഹൃദയത്തിൽ ഏതൊരു പാദത്തെ ധ്യാനിക്കുന്നുവോ പരമജ്ഞാനേന ജ്ഞാനം കൊണ്ട് നിന്തിരുവടിയുടെ പാദകമലത്തെ ധ്യാനിക്കുന്നുവോ അതിനെ ഞങ്ങളും ധ്യാനിക്കുന്നു. ഗംഗ എന്ന് പറയുന്ന പരമതീർത്ഥമായിട്ടുള്ള തീർത്ഥം നദി ഏതൊരു പാദത്തിൽ നിന്ന് ജനിച്ചുവോ ഋഷിമാർ ഏതൊരു പാദത്തെ ധ്യാനിക്കുന്നുവോ ആ പാദത്തെ ഞങ്ങൾ ധ്യാനിക്കുന്നു. ശ്രദ്ധയോട് കൂടിയിട്ട് അവിടുത്തെ കഥകൾ കേട്ട് ഭക്തന്മാർ ഭക്തി ഉണ്ടാക്കിയിട്ട് വീണ്ടും വീണ്ടും ഹൃദയത്തെ പരിശുദ്ധീകരിക്കുന്നു. ആ ഒരു പാദം ഏതൊന്നോ ജ്ഞാനം കൊണ്ടും വൈരാഗ്യം കൊണ്ടും ഏതൊരു പാദത്തെയാണ് സദാ ധ്യാനിക്കുന്നത് ആ പാദത്തെ പ്രജേമ ഞങ്ങൾ ശരണം പ്രാപിക്കുന്നു. ഭക്തന്മാരുടെ അവസ്ഥയാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞത്. കഥാശ്രവണം കൊണ്ടേ ഭക്തി ഉണ്ടാവുള്ളൂ. ഭക്തിസ്തു കഥാശ്രവണ സംയുജ്യം അല്ല സ്വയം സിദ്ധ്യന്തി കഥാരസാമൃതചരീ സ്വയം സിദ്ധ്യന്തി. കഥയാകുന്ന അമൃതമാകുന്ന ആ ഒഴുക്കിൽ നിന്നേ ഭക്തി ഉണ്ടാവുള്ളൂ. അയാണതൊക്കെ കേൾക്കണം പറയണം എന്ന് പറയണത്. വിശ്വസ്യ ജന്മസ്ഥിതി സംയമാർത്ഥേ കൃതാവതാരസ്യ പദാംബുജന്തെ പ്രജേമ സർവേ ശരണം യദീശ പ്രദം പ്രയച്ഛത്യഭയം സ്വപുംസാം. ഈശ ഈശ്വര വിശ്വസ്യ ലോകത്തിൻ്റെ ജന്മസ്ഥിതി സംയമാർത്ഥേ ഒന്നുമില്ല സൃഷ്ടിസ്ഥിതി സംഹാരം എപ്പോഴും പറഞ്ഞ കാര്യം ജന്മം ഉണ്ടാവൽ സ്ഥിതി നിലനിർത്തൽ സംയമം ഇല്ലാണ്ടാക്കൽ സൃഷ്ടിസ്ഥിതി സംഹാരത്തിന് വേണ്ടിയിട്ട് കൃതാവതാരസ്യ അവതാരത്തെ സ്വീകരിച്ചിരിക്കുന്ന തേ പദാംബുജം നിന്തിരുവടി പാദപത്മ സ്മരിക്കപ്പെട്ടതായിട്ട് സപുംസാം തൻ്റെ ഭക്തന്മാർക്ക് ആ ഭയമില്ലാത്ത പ്രശതി നൽകുന്നുവോ സർവേ ഭയം ഞങ്ങളെല്ലാം അതിനെ ശരണം പ്രാപിക്കുന്നു. അതായത് ഭഗവാന്റെ പാദപത്മം പരമപുരുഷാർത്ഥമായ മോക്ഷത്തെ നൽകുന്നു. ധർമ്മം അർത്ഥം കാമം മോക്ഷം എന്നീ 4 ഉണ്ടെങ്കിലും മോക്ഷമാണ് പരമമായ പുരുഷാർത്ഥം. ഭാഗവതം ബാക്കി 3 തീർത്തും തള്ളിക്കളയണില്ല, പക്ഷേ വളരെയധികം പ്രാധാന്യം കുറഞ്ഞിട്ടാണ് കാണുന്നത്. കാരണം ധർമ്മം എന്താ നേടിയതായി ഇത്രയേ ഉള്ളൂ, പൂർണ്ണമാക്കാൻ പറ്റില്ല. ശ്രീരാമചന്ദ്രനടക്കം തൻ്റെ പത്നിയെ വീക്ഷിക്കേണ്ടി വന്നില്ലേ? ഇത്രയൊക്കെ ധർമ്മം അനുഷ്ഠിച്ച് രാവണനെ കൊന്ന് വീണ്ടെടുത്തിട്ടും സീതയെ വീക്ഷിക്കേണ്ടി വന്നു. പൂർണ്ണമായോ? അപൂർണത വരുന്നില്ലേ? സ്വന്തം പത്നിയില്ലെങ്കിൽ എന്ത് ചെയ്താൽ പൂർണ്ണമാവുക? അപ്പോൾ ധർമ്മം അർത്ഥം കാമം ഇതൊക്കെ അപൂർണതയുണ്ട്. പൂർണ്ണാവൽ അങ്ങനെ ഒന്നുമില്ല. അപ്പോൾ ആയതായി അതുകൊണ്ട് വേണ്ടാന്ന് വെക്കേണ്ട, ആയതിന് ശ്രമിക്കുക, അല്ലാത്ത വിട്ട് കളയുക, അത്രയേ ഉള്ളൂ. അതിന് പൂർണ്ണതയില്ല. അപ്പോൾ പിന്നെ എന്താ പൂർണ്ണത? മോക്ഷം. അത് ആർക്കും നേടാലോ, ഒരാൾക്കും നിഷിദ്ധമല്ല. ധർമാർത്ഥ കാമങ്ങളില്ലാത്തവർക്കും മോക്ഷം കിട്ടും. ഇത് ഭാഗവതത്തിൻ്റെ കണ്ടുപിടുത്തം തന്നെ പറയാം. മഹാഭാരതം വരേക്ക് അതുവരേക്ക് ധർമ്മം അർത്ഥവും കാമം ഉണ്ടെങ്കിലേ മോക്ഷമുള്ളൂ എന്നാണ്. 3 കഴിഞ്ഞിട്ടേ മോക്ഷമുള്ളൂ, 3 ഇല്ലാത്തവർക്ക് മോക്ഷമില്ല എന്നാണ് വിശ്വസിച്ചിരുന്നത്. തെറ്റ്. ധർമ്മം ഇല്ലെങ്കിലും ധർമ്മം അർത്ഥം ഇല്ലെങ്കിലും ധർമ്മം അർത്ഥവും കാമം ഇല്ലെങ്കിലും ഏതില്ലെങ്കിലും മോക്ഷം ഉണ്ടാവാം. അതേ വേണ്ടു താനും എന്നാണ് ഭാഗവത അഭിപ്രായം. അതുകൊണ്ട് മറ്റത് തീർത്തും തള്ളിക്കളയല്ല. അതുകൊണ്ട് കൃതാവതാരസ്യ പദാംബുജന്തെ മോക്ഷം ഏതുകൊണ്ടാണോ കിട്ടുന്നത് നൽകുന്നത് ആ പാദപത്മത്തെ ഞങ്ങൾ ധ്യാനിക്കുന്നു. ഭക്തന്മാർക്ക് മോക്ഷം എന്ന പരമപുരുഷാർത്ഥത്തെ നൽകുന്നതേതോ ആ പാദത്തെ ഞങ്ങൾ ശരണം പ്രാപിക്കുന്നു. വിരാട് പുരുഷനെ ചലിപ്പിക്കാനാണ് ദേവന്മാർ സ്തുതിക്കുന്നത്. വിശ്വസ്യ ജന്മസ്ഥിതി സംയമർത്തെ ഉൽപ്പത്തി സ്ഥിതി ലയം മുതലായതിന് കൃതാവതാരസ്യ അവതരിച്ച അങ്ങയുടെ പാദാംബുജം തേ പാദാംബുജം പാദാംബുജം തേ പാദാംബുജം വയം സർവേ ശരണം വ്രജേമ
എല്ലാ ദേവന്മാരും നടത്തും ശരണം പ്രാപിക്കുന്നു. സ്മൃതം പ്രയച്ഛത്യഭയം സ പുംസാം. പുരുഷന്മാർക്ക് ശരണം പ്രാപിക്കുന്ന ആ പാദപത്മത്തെ ഞങ്ങൾ ശരണം പ്രാപിക്കുന്നു. വ്രജേമ ശരണം പ്രാപിക്കുന്നു. ആശ്രയിച്ചവർക്ക് അഭയത്തെ കൊടുക്കുന്ന ആ പാദത്തെ ഞങ്ങൾ ശരണം പ്രാപിക്കുന്നു. ലോകത്തിൻ്റെ സൃഷ്ടിത്രി സംഹാരം ചെയ്യുന്നവൻ്റെ പാദത്തെ ഞങ്ങൾ ശരണം പ്രാപിക്കുന്നു. അതിനവതരിച്ചതായിട്ട് മോക്ഷം ഭക്തന്മാർക്ക് ഏതൊരു പാദത്തിലാണ് മുക്തിഭാജാം നിവാസോ, യോഗീന്ദ്രാണെന്നുള്ള ശ്ലോകത്തിൽ മുക്തിയുടെ ഇരിപ്പിടമാണ് ഭഗവാന്റെ പാദം. ആ പാദത്തെ 3 വിശേഷണം കേട്ടോ ഈ പാദത്തിന് ഈ ശ്ലോകത്തിൽ കൊടുത്തത്. എന്താ ഈ ശ്ലോകത്തിൽ കൊടുത്തത്? ലോകത്തിൻ്റെ ഉത്പത്തി സ്ഥിതിലയം മുതലായിട്ടത് ചെയ്യുന്ന ഭഗവാന്റെ പാദമാണ്, ഏതെങ്കിലും ഒരാളുടെ പാദമല്ല. അപ്പം അതിനെ അവതരിച്ച ഭഗവാന്റെ തേ പാദാംബുജം ഞങ്ങൾ ശരണം പ്രാപിക്കും. ഇനിയോ എല്ലാവർക്കും അഭയത്തെ കൊടുക്കുന്ന, ഭക്തന്മാർക്ക് അഭയത്തെ കൊടുക്കുന്ന പ്രയച്ഛത്യ അഭയം സ്വപുംസാം പാദത്തെ ഞങ്ങൾ ശരണം പ്രാപിക്കുന്നു. ഇനിയോ മോക്ഷം ഏതൊരു പാദത്തെ ആശ്രയിച്ചവർക്കാണ് കയ്യിൽ കിട്ടുന്നത് ആ പാദത്തെ ഞങ്ങൾ ശരണം പ്രാപിക്കുന്നു. മോക്ഷം കൊടുക്കുന്നത്, ഭക്തന്മാരെ രക്ഷിക്കുന്നത്, ലോകത്തിൻ്റെ സംഹാരങ്ങൾ നടത്തുന്നത്, അങ്ങനെയുള്ള ഭഗവാന്റെ പാദങ്ങളെ ഞങ്ങൾ ശരണം പ്രാപിക്കുന്നു. അടുത്തതായിട്ട് യക്ഷാനുബന്ധേ അസതി ദേഹഗേഹേ മോഹമിത്യുടദുരഗ്രഗാണാം പുംസാം സുദൂരം വസതോപി പുര്യാം ഭജേമ തത്തേ ഭഗവൻ പദാക്ഷ്യം. ഏതൊരാൾക്ക് ഭഗവാന്റെ പാദപത്മത്തിൻ്റെ മഹാത്മ്യമൊക്കെ പറഞ്ഞു ഇന്ന ആൾക്കെന്ന്. ചില ആൾക്കാർക്ക് ഈ ഭഗവത് പാദത്തിനോട് അങ്ങനെയൊന്നും അടുക്കാൻ കഴിയില്ല. അങ്ങനത്തെ ആൾക്കാരുണ്ടോ? ഇഷ്ടം പോലെയുണ്ട്. അതാരാ? യത് സ അനുബന്ധേ അസതി ദേഹഗേഹേ. വീട്, ശരീരം ഇത് തന്നെ സത്യം എന്ന് വിചാരിച്ചിരിക്കണം. സത്യത്തിൽ ഇത് അസതിയാണ്. അസത്തായിരിക്കുന്ന ശരീരം, വീട്, ലോകം, ഇതിൽ മാത്രം ശ്രദ്ധ വെച്ച് ഇത് തന്നെ കൈലാസം, ഇത് തന്നെ വൈകുണ്ഠം എന്ന് ഏതൊരു കൂട്ടർ വിചാരിക്കുന്നുവോ അവർക്കൊരിക്കലും എത്തിച്ചേരാൻ പറ്റില്ല. മമാഹം, എൻ്റേത്, ഞാൻ, ഈ തീവ്ര ദുരാഗ്രഹമാണ്. തെറ്റായ ആഗ്രഹങ്ങൾ വെച്ച് നടക്കുക. തെറ്റെന്ന് പറഞ്ഞത് ഈ വേണ്ടാത്തത് പോട്ടെ എന്ന് വിചാരിക്കാൻ പലപ്പോഴും നമുക്ക് കഴിയുന്നില്ല. ആയാതം അപേക്ഷണീയം. പിന്നെന്താണ്? ഉപേക്ഷണീയം. ഗതം സർവം ഉപേക്ഷണീയം. ഇല്ലാത്തതിനെ കളയാനും ഉള്ളതിനെ മുറുകി പിടിക്കാനും അത് മതി എന്ന് തൃപ്തിപ്പെടാൻ നമുക്ക് സാധിക്കണം. എന്തൊക്കെ പോയോ ഇല്ലയോ പോട്ടെ എന്ന് വയ്ക്കുക. എന്തൊക്കെ ഉണ്ടോ അതിൽ സംതൃപ്തി കണ്ടെത്തുക. അങ്ങനെ ചിന്തിച്ചാൽ ഒരിക്കലും ദുഃഖം ഉണ്ടാവില്ല. അങ്ങനെ വിചാരിക്കില്ല ആര്? ഈ വീട് തന്നെയാണ് സത്യം. ഒറ്റ ഭൂകമ്പം വന്നാൽ പോരെ, വീടുണ്ടാവുമോ? ഇത് സത്യമല്ല, എന്നും ഉണ്ടാവണതൊന്നുമല്ല. ഒരു ഭൂകമ്പത്തിൽ താക്കർന്ന് തരിപ്പണാവണതാ. ഗുജറാത്തിലുണ്ടായില്ലേ, 1,00,000 ആൾക്കാർ മരിച്ചു. അത് കണക്ക് പ്രകാരം അല്ലാത്തവരെത്രയുണ്ട് അറിയില്ല. വീടുണ്ടാവുമോ? ഏതെങ്കിലും വീട് ബാക്കി ഉണ്ടാവുമോ ഭൂകമ്പം വന്നാൽ? ഇത്രയേ ഉള്ളൂ. എത്ര തറ അടിച്ചുറപ്പിച്ചുണ്ടാക്കിയിട്ട് ഞാൻ അയാളെ കൊണ്ട് ആ കോൺട്രാക്റ്റ് കൊടുത്തത്, വേണ്ട പോലെ നോക്കിയിട്ടാണ് ഉണ്ടാക്കിയത് എന്നൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അപ്പോൾ അസതി ഗേഹേ, സത്യമല്ലാത്ത വീട് ഇന്നുണ്ടാവും, നാളുണ്ടോ എന്ന് ഉറപ്പില്ല. ശരീരം ഇന്നലെ പോണുണ്ട ആളാണ് മരിച്ചു എന്ന് കേട്ടത്, കിടക്കണ് കണ്ടാൽ കഷ്ടം തോന്നിട്ടോ എന്ന് പറയും. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ശരീരം യത്സാനുബന്ധേ അസതി ദേഹഗേഹേ, ദേഹം ഗേഹം മുതലായിട്ടുള്ള സത്യമല്ലാത്ത വസ്തുക്കളിൽ മമാകമിത്യുടദുരാഗ്രഹാണാം, തെറ്റായ ആഗ്രഹങ്ങൾ താലോലിച്ച് കൊണ്ടു നടക്കുന്നവർ. പുംസാം സുദൂരം വസതോപി പുര്യാം, പുമാന്മാരുടെ പുരിയിൽ ഹൃദയത്തിൽ വസിക്കുന്നുവെങ്കിലും നിന്ദരുടെ പാദപത്മം
അവർക്ക് ദൂരത്താണ്. അവരുടെയൊക്കെ ഉള്ളിലുണ്ട് ഭഗവാൻ. ഭഗവാൻ ഉണ്ടെങ്കിൽ ഭഗവാന്റെ വാദം ഉണ്ടാവുമല്ലോ. വാദം ഭഗവാനിൽ നിന്ന് സെപ്പറേറ്റ് അല്ല. പക്ഷേ അവിടെ തന്നെ ഉണ്ടെങ്കിലും അവർക്ക് അങ്ങനൊരു ചിന്ത ഉണ്ടാവില്ല. ബന്ധുക്കളർത്തകൃക പുത്രാദി എന്നിവയിൽ ബന്ധിച്ചവനുലകിൽ നിൻതത്വമോർക്കിൽ അന്ധന്നു കാട്ടിയൊരു കണ്ണാടി പോലെ വരും എന്നാ കൊലാമമച നാരായണായ നമ. എന്തായാലും സ്തുതി ഇങ്ങനെ പറയാൻ തുടങ്ങിയ എവിടെ അവസാനിക്കാൻ ശരി. അങ്ങനെ ഒരു സംഭവമാണ് ഈ ഭാഗവതത്തെ പ്രത്യേകിച്ച് സ്തുതികൾ. അതാണ് പറയേണ്ടത് എന്നാണ്. ബന്ധുക്കൾ, വീട്, ധനം, ഇജകളിൽ മാത്രം മനസ്സ് വയ്ക്കുന്നവർക്ക് കണ്ണ് കാണാത്ത ഒരാളുടെ മുമ്പിൽ കണ്ണാടി കാണിച്ചാൽ എന്താ ഉണ്ടാവുക? ഒന്നും ഉണ്ടാവില്ല അല്ലേ. കണ്ണാടി പിടിച്ച് കൈ കടയുക എന്നല്ലാണ്ട് അയാൾക്കൊരു ഗുണമില്ലാത്തതുപോലെ ഈ വീട്, പുത്രൻ, ഇത് തന്നെയാണ് സത്യം. ഒന്നും വേണ്ടാന്നല്ല, ഇത് തന്നെ ഉള്ളൂ, ഇതിലപ്പുറം ഒന്നുമില്ല എന്ന് വിചാരിക്കുന്നവർക്ക് ദൂരത്തായ ഭഗവത് പാദപത്മത്തെ ഞങ്ങൾ ധ്യാനിക്കുന്നു. ഞങ്ങൾ ആ പാദത്തെ കാര്യമായിട്ട് തന്നെ വിചാരിക്കുന്നു. ഈ പറഞ്ഞ പോലെയുള്ളവരല്ല ഞങ്ങൾ, ദേവന്മാരാണ് പറയണത്. അതുകൊണ്ട് ബന്ധുക്കൾ, അർത്ഥം, ഗൃഹം, പുത്രാദികളിൽ സത്യബുദ്ധി പുലർത്തി അതുമാത്രം ശരി, സത്യം എന്ന് വിചാരിക്കുന്നവർക്കും ദുരാഗ്രഹമാണ്. ആഗ്രഹങ്ങളുടെ കടിഞ്ഞാണില്ല. ഒന്ന് കഴിഞ്ഞാൽ ഒന്ന്, ഒന്ന് കഴിഞ്ഞാൽ ഒന്ന്, ഇനി അത് കഴിഞ്ഞാൽ വേറൊന്ന്, ഇങ്ങനെ പോവുകയാണ് ആഗ്രഹങ്ങൾ. അവയുടെ പിന്നാലെ പോകുന്നവർക്ക് ഒരിക്കലും ഭഗവത് പാദ മഹത്വം അറിയാൻ കഴിയില്ല. പക്ഷേ ഞങ്ങൾ അങ്ങനെയല്ല. ആ പാദത്തെ സർവേശ്വര ഞങ്ങൾ ഭജിക്കുന്നു. പുംസാം സുദൂരം, ഇതൊക്കെ സത്യമാണെന്ന് വിചാരിക്കണമൊക്കെ ദൂരത്താണ് ഭഗവത് പാദം. പക്ഷേ അങ്ങനെ ദൂരത്താവണമെന്ന് ഞങ്ങൾക്കില്ല. വസതോപി പുര്യാം ഭജേമ തത്തേ ഭഗവൻ പദാബ്ജം തേ പദാബ്ജം വയം ഭജേമ. അവർക്ക് ദൂരത്തായിക്കോട്ടെ, ഞങ്ങൾ ദൂരത്താവാൻ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾ ആ പാദപത്മത്തെ ഭജിക്കുന്നു അല്ലേ. യത്സാനുബന്ധേ അസതി, സത്യമല്ലാത്തത് അസതിയാണ്, സതിയല്ല അസതി. അവിടെ മാർക്കുണ്ട്, അതുകൊണ്ട് അസതി എന്ന് വായിക്കണം. അസതി ദേഹഗേ മമാഹമിത്യൂഢ ദുരാഗ്രഹാണാം പുംസാം സുദൂരം. അവർക്കടുത്തല്ല ഭഗവത് പാദം, കിലോമീറ്റർ കണക്കിന് സഞ്ചരിക്കേണ്ടതുണ്ട്. വസതോപി പുര്യാം ഭജേമ തത്തേ ഭഗവൻ പദാംശം. ഏതൊരു ഹൃദയത്തിൽ നിന്ന് വളരെ അവരുടെയൊക്കെ അടുത്തുണ്ടെങ്കിൽ ഉണ്ട് കേട്ടോ ഭഗവാൻ. ഈ വിശ്വാസമില്ലാത്തവരുടെയും ഭക്തിയില്ലാത്തവരുടെയും ഹൃദയത്തിലുണ്ട്, സംഗതി അവിടെ ഉണ്ട്, അറിയണില്ല. ഏതുപോലെ കസ്തൂരിമാൻ തൻ്റെ ശരീരത്തിൽ നിന്ന് പുറപ്പെടുന്ന സുഗന്ധത്തെ അറിയാത്തതുപോലെ. ഇല്ലാഞ്ഞിട്ടാ അസ്മൃത കണ്ഠമണി എന്ന് ശ്രുതിഗീതയിൽ പറയും. തൻ്റെ കഴുത്തിലുള്ള രത്നത്തെ ഓർക്കാതെ ഇരിക്കണ പോലെ. അസ്മൃത, സ്മരിക്കാത്ത, തൻ്റെ കൂടെയുള്ള അതിനെ ഓർക്കാതെ ഈ പുറത്തേക്കുള്ള കാര്യത്തിൽ മാത്രം ലയിച്ച് നടക്കുന്നവർക്ക് സുദൂരത്ത് നിൽക്കുന്ന ആ പാദപത്മത്തെ സർവേശ്വര അങ്ങനെ ദൂരത്താക്കി ചെയ്യരുതേ, ഞങ്ങൾക്ക് അത് വേണം. പ്രാർത്ഥിച്ചിരിക്കുകയാണ്. താൻ വാ അസത് വൃത്തിവിർ അക്ഷിഭിര്യേ പരാഹൃതാന്തർ മനസ്സ പരേശ അതോ ന പശ്യന്തുരുഗായ നൂനം ഏതേ പദന്യാസവിലാസലക്ഷ്മ്യ. നീ പറയണം. കഴിഞ്ഞു സമയമല്ലേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൻ കരോതി യദ്യർത്ഥകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.